ഹായ്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം മേലെ വന്നാണ്. ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനൊന്ന് മേലെ വന്നതാണ്. അന്നത്തെക്കാളും നല്ല ബെറ്ററായി. ഹോയ്. അപ്പോൾ എന്തിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കൊരു കമൻറ്റ് ഉണ്ട്. അതായത് നമ്മുടെ തമിഴ് ഫ്രണ്ട്സാണ്, കാർട്ടൂൺ തമിഴ്, അതാണ് അവരുടെ ID. എന്താണ് ആ കമൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത്. ഓക്കെ, മറുപടി എന്താണ് അവരുടെ കമൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, தமிழ் மக்கள் நிறைய பேர் உங்களது லைக் பண்ணியிருக்காங்க, ஷேர் பண்ணியிருக்காங்க, சப்ஸ்கிரைப் பண்ணியிருக்காங்க. ஆனால் நீங்கள் அவங்க கேட்குற கொஸ்டினுக்கு ஆன்சர் பண்ண மாட்டேங்கிறீங்க. ஏன் நீங்கள் அப்படி பண்ணுறீங்களே? எங்களையெல்லாம் பிடிக்கலையா? ஐயோ, அப்படியெல்லாம் இல்லைங்க ப்ரோ. எனக்கு எல்லோரையும் பிடிக்கும். உங்கள் கமெண்ட்டு இல்லைன்னா உங்களுடைய கொஸ்டின்ஸ் நான் ஏன் பதில் சொல்லலைன்னா, ஒரு வேளை நீங்கள் கேட்குற கேள்விக்கு எனக்கு அந்த ஆன்சர் தெரியாமல் இருக்கலாம், அதை நான் சொல்லிட்டும் இருக்கலாம். ഓക്കെ, ഇനിമേൽ ഞാൻ നമ്മുടെ ലൈവിൽ പറയാറുണ്ട്, നിങ്ങൾക്കറിയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും, എനിക്കറിയാമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മുടെ ലൈവിൽ ഒരുപാട് പേരുണ്ട്, ഒത്തിരി അറിയാവുന്ന വിക്കിപീഡിയസ് ഒരുപാട് പേരുണ്ട്, അവരത് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ അതേപോലെ തന്നെ തമിഴിൽ നിറയെ ബ്രോസ് തമിഴിൽ ചോദിക്കുമ്പം എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ വായിക്കുമ്പം அவரோடு ഞാൻ പറയാറുണ്ട്, உங்களுக்கு தெரிஞ்ச விடுகதை ஏதாவது கேளுங்க, கடி ஜோக்ஸ் ஏதாவது கேளுங்க, எனக்கு தெரிஞ்ச நான் சொல்கிறேங்கன்னு. ഒരു പക്ഷേ അവർ ചോദിക്കുന്നത് എനിക്ക് അറിയില്ലായിരിക്കാം, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏതിരുന്നാലും അവരുടെ ആ ക്വസ്റ്റ്യൻ, അവരുടെ ആ ഒരു കമൻറ്റ് എനിക്ക് വാല്യൂബിളായിട്ട് തോന്നി. സോ അതിനുള്ളൊരു റിപ്ലൈ ആണ് ഞാൻ തന്നത്. ஹை தமிழ் ப்ரோஸ், அப்படியெல்லாம் நீங்கள் நினைக்காதீங்க, அப்படியெல்லாம் நான் பண்ண மாட்டோம். உங்களுக்கு தெரிஞ்ச மாதிரி கடி ஜோக்ஸோ, உங்களுக்கு தெரிஞ்ச மாதிரி விடுகதையோ கடி ஜோக்ஸோ ஏதாவது இருந்தால் நீங்கள் கேட்டுக்கோங்க, எனக்கு தெரிஞ்சால் நான் சொல்கிறேங்க. இந்த மாதிரி ஜாலியாக அந்த லைவ் போகலாமே. ஓகே, அந்த கமெண்ட்ஸுக்கு பதில் கொடுக்கணும் போல இருந்துச்சு. ஓகே, அப்போ நான் யாரையும் அவாய்ட் பண்ணல. ஓகே ப்ரோ, അപ്പോഴൊക്കെ ബായ്. ഈ ഫോണിൽ ആ കമൻ്റ് ഉണ്ടായിരുന്നു, അത് നോക്കി വായിച്ചതാണ്, നോക്കാതെ വായിക്കാൻ പറ്റില്ല. അപ്പോൾ ബായ്. ഇതാണ്ടോ ഇവിടെയൊക്കെ ഇരുട്ടായി, മഴച്ചാർന്നു. പോട്ടെ, ബായ്.